ദൈവം ഉണ്ടോ? ഉണ്ട്. ഇല്ല എന്ന് ഞാൻ പറഞ്ഞാലോ? ഉണ്ടെന്ന്. ഇല്ല. ഉണ്ട്. ഞാൻ തെളിവ് തരാം. സർ, ABC മലയാളത്തിലോട്ട് സ്വാഗതം. താങ്ക് യു. ദൈവം ഉണ്ടോ? ഈ ഭൂമി തുടങ്ങിയ കാലം മുതൽ മനുഷ്യന്റെ ഒരു സംശയമാണ്, ദൈവം ഉണ്ടോ ഇല്ലയോ. ഇന്നും അതിനൊരു ഉത്തരം കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരം ആയിട്ടാണ് ഇന്ന് മനോജ് സാർ വന്നിരിക്കുന്നത്. സാർ, ദൈവം ഉണ്ടോ? ഉണ്ട്. ഇല്ല എന്ന് ഞാൻ പറഞ്ഞാലോ? ഉണ്ടെന്ന്. ഇല്ല. ഉണ്ട്. ഞാൻ തെളിവ് തരാം. അതെങ്ങനെ തെളിയിക്കും? അതായത് നമ്മളിവിടെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു യൂണിവേഴ്സൽ ലോ ഉണ്ട്. ആ യൂണിവേഴ്സൽ ലോ എന്ന് പറയുന്നത് ലൈഫ് കംസ് ഫ്രം ലൈഫ് എന്നാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ എല്ലാ സ്പീഷീസിനെ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ലോ ട്രൂ ആണ്. ശരി. അതായത് പ്രോട്ടോസോവ, പ്രോകാരിയോട്സ്, യൂകാരിയോട്സ്, പ്രോട്ടോസോവ, സ്പോഞ്ചസ്, കോറൽസ്, ഫിഷ്, ആംഫിബിയൻസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ്, മാമൽസ്, പ്രൈമേറ്റ്സ്, ഹ്യൂമൻസ്, അങ്ങനെ എല്ലാ സ്പീഷീസിലും ഈ ലോനെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അത് ട്രൂ ആണ്. അപ്പോൾ നിലവിൽ ഫസ്റ്റ് സെല്ലിന്റെ ഫോർമേഷനിലാണ് നമ്മൾക്ക് ഒരു ബോട്ടിൽ നെക്ക് ഉള്ളത്. അതായത് അത് ഒരു ഹൈപ്പോത്തസിസാണ്. കൃത്യമായിട്ട് ഫസ്റ്റ് സെൽ എങ്ങനെയാണ് ഫോം ചെയ്യണമെന്ന് സയൻസ് ഇപ്പോഴും റിസർച്ച് നടക്കുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ പറയുന്നു ഫസ്റ്റ് സെല്ല് ലൈഫിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഈ സൗരയൂഥം ഒരു ജീവനാണ്, ഗാലക്സി ഒരു ജീവനാണ്, യൂണിവേഴ്സ് ഒരു ജീവനാണ്. അപ്പോൾ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് അഥവാ ദൈവമുണ്ട്. ശരിക്കും ദൈവം എന്താണ്? ഈ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ നേച്ചറാണ്. പക്ഷെ അതെങ്ങനെ നമുക്ക് തെളിയിക്കാൻ പറ്റും? അതായത് ഫസ്റ്റ് സെല്ലിന്റെ കേസ് വരെ നമ്മൾക്ക് വെരിഫയബിൾ ആണ്. പിന്നെ അതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഞാൻ പ്രൂവ് ചെയ്തിരിക്കുന്നത് എൻ്റെ പ്രബന്ധം വഴി. അപ്പോൾ ഇതൊരു യൂണിവേഴ്സൽ ലോ ആണ്. നമുക്ക് സയന്റിഫിക് ആയിട്ട് നമുക്ക് അതിനൊരു തെളിവ് നൽകണ്ടേ? ആ പിക്ചറിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ, ആ പിക്ചർ കൊണ്ട് അതൊരു തെളിവല്ലേ, എല്ലാം വെരിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അതൊരു തെളിവായിട്ട് മാറും. അപ്പോൾ താങ്കൾ പറയുന്ന സോളാർ സിസ്റ്റത്തിന് ഒരു ലൈഫ് ഉണ്ടെന്നാണ് പറയുന്നത്. അതെ. അങ്ങനെയാണെങ്കിൽ സോളാർ സിസ്റ്റത്തിന് ഇന്റലിജൻസ് കാണണ്ടേ? സോളാർ സിസ്റ്റത്തിന് ഇന്റലിജൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് നമുക്ക്, അതായത് നമ്മുടെ ഫസ്റ്റ് സെല്ല് പരിണമിച്ച് ഹ്യൂമൻ വരെ വന്നല്ലോ. അപ്പോൾ ഹ്യൂമൻ വരെ വന്നപ്പോൾ ഹ്യൂമൻ ഇന്റലിജൻസ് ഉണ്ടല്ലോ. ഉണ്ട്. അപ്പോൾ ഹ്യൂമൻ ഇന്റലിജൻസ് ഉണ്ടെങ്കിൽ ഹ്യൂമനെ സൃഷ്ടിച്ച ഈ പ്രകൃതിക്ക് അതിനേക്കാൾ കൂടുതൽ ഇന്റലിജൻസ് കാണണ്ടേ? അപ്പോൾ നമുക്ക് ഇന്റലിജൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. പരിണാമം മനുഷ്യനിൽ വരെ എത്തി നിൽക്കുന്നു നിലവിൽ. ഇനിയും ഈ പരിണാമം മുന്നോട്ട് തുടർന്നു പോകുമോ? അതായത് 3.5 ബില്യൺസ് ഓഫ് ഇയേഴ്സ് ആയിട്ട് എവല്യൂഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഹ്യൂമനിൽ എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല, അത് കണ്ടിന്യൂ ചെയ്യണം. അപ്പം നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നത് ബോധപരിണാമമാണ്. ഇത് നവജ്യോതി ശ്രീ കരുണാകര ഗുരുവിന്റെ ദർശനങ്ങളിൽ നിന്ന് ഞാൻ ഡീകോഡ് ചെയ്തെടുത്തിട്ടുള്ള പ്രബന്ധമാണ്. അപ്പൊ ബോധപരിണാമം, അപ്പൊ ഇവല്യൂഷൻ ഓഫ് കോൺഷ്യസ്നെസ്, അതായത് 7444 ദർശനങ്ങൾ കാണുമ്പോൾ ജീവൻ ഒരവസ്ഥ കിടക്കും. അങ്ങനെ മനുഷ്യൻ ഗുരുക്കന്മാരുടെ ലെവൽ വരെ നമ്മുടെ മാസ്ലോയുടെ നീഡ് തിയറിയൊക്കെ ഉണ്ടല്ലോ. അതായത് ലോവർ നീഡ്സ് എല്ലാം ഫുൾഫിൽ ചെയ്ത് ഏറ്റവും ഹയസ്റ്റ് നീഡായ സെൽഫ് ആക്ച്വലൈസേഷൻ കഴിഞ്ഞ് പിന്നെ ഗുരുക്കന്മാരുടെ തലത്തിലോട്ട് മനുഷ്യൻ വളരും. അങ്ങനെ ഗുരുക്കന്മാരുടെ ലെവലിലോട്ട് വളർന്ന് ഈ സൈക്കിൾസ് ഓഫ് റീബർത്ത് കഴിഞ്ഞ് മോക്ഷം എന്ന് പറഞ്ഞ ലെവലിലെത്തും. മോക്ഷം എന്ന് പറഞ്ഞ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർ ആയിട്ട് ഇവോൾവ് ചെയ്യും, സോളാർ സിസ്റ്റമായിട്ട് ഇവോൾവ് ചെയ്യും, ഗാലക്സി ആയിട്ട് ഇവോൾവ് ചെയ്യും, യൂണിവേഴ്സ് ആയിട്ട് ഇവോൾവ് ചെയ്യും. അപ്പൊ ഇത് ജീവൻ തന്നെയാണ്, യൂണിവേഴ്സും. അപ്പൊ ശാന്തിഗിരി ആശ്രമ സ്ഥാപകൻ നവജ്യോതി ശ്രീ കരുണാകര ഗുരു അവതരിപ്പിക്കുന്നത് അണു തൊട്ട് അഖണ്ഡം വരെയുള്ള പരിണാമമാണ്. ചാൾസ് ഡാർവിൻ അണു തൊട്ട് മനുഷ്യൻ വരെയുള്ള പരിണാമം അവതരിപ്പിച്ചു. പക്ഷെ ഗുരു അവതരിപ്പിക്കുന്നത് അണു തൊട്ട് അഖണ്ഡം വരെയുള്ള പരിണാമമാണ്. അപ്പോൾ ഇതെല്ലാം ജീവനുകളാണ്. അതായത് ജന്മങ്ങൾ കൊണ്ട് സ്റ്റാറായി, സോളാർ സിസ്റ്റമായി, ഗാലക്സിയായി, യൂണിവേഴ്സായിട്ട് മാറും. അണ്ട് യൂണിവേഴ്സിന്റെ റേഞ്ചിൽ എത്തിക്കഴിഞ്ഞാൽ അത് പുതിയ യൂണിവേഴ്സ് സൃഷ്ടിക്കും. അങ്ങനെയാണ് മൾട്ടിവേഴ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു തുടക്കം എവിടെന്നാ? തുടക്കം എന്ന് വെച്ചാൽ ഇത് ഇൻഫിനിറ്റ്. അതായത് നമ്മൾ ബാക്കിലോട്ട് പോകുമ്പോൾ ഇൻഫിനിറ്റ് ആണ്, ഫ്രണ്ടിലോട്ട് പോകുമ്പോഴും ഇൻഫിനിറ്റ് ആണ്. അതായത് നമ്മൾ ബാക്കിലോട്ട് ട്രാക്ക് ചെയ്ത് ഫസ്റ്റ് സെല്ല് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിലോട്ട് പോകുമ്പോൾ യൂണിവേഴ്സിൻ്റെ ബിഗിനിങ്. പിന്നെ അവിടെ നിന്ന് ഈ യൂണിവേഴ്സിന് മുമ്പിൽ വേറെ യൂണിവേഴ്സ് ഉണ്ട്, അങ്ങനെ അതിന് മുമ്പിൽ വേറെ യൂണിവേഴ്സ് ഉണ്ട്, അങ്ങനെ ബാക്കിലോട്ട് ഇൻഫിനിറ്റിയാണ്. നമ്മുടെ ഒരു മനുഷ്യ മസ്തിഷ്കത്തിന് അപ്പുറത്താണ് ഇതിൻ്റെ പ്രോസസ്സിങ്. അത് ട്രാക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇത് ഇൻഫിനിറ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. സൈക്കിൾസ് ഓഫ് റീബർത്ത്, ഈ റീബർത്ത് ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ നോർമൽ മലയാളത്തിൽ പറഞ്ഞാൽ പുനർജന്മം ആണല്ലോ. ഈ പുനർജന്മം എന്നൊക്കെ പറയുമ്പോൾ അത് എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എന്താണ് അതിന്റെ ഒരു തെളിവ് പറയുന്നത്? അതായത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിസർച്ച് എല്ലാം എന്ന് വെച്ചാൽ പുനർജന്മത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്.
ഫോർ എക്സാമ്പിൾ എങ്ങനെ? ഇയാൻ സ്റ്റീവൻസൺ എന്ന് പറഞ്ഞ ഒരു കനേഡിയൻ സൈക്കോളജിസ്റ്റ് ഉണ്ട്. അദ്ദേഹം 3000 കേസ് ഓഫ് റീബർത്ത് ആണ് പ്രൂവ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ചൈൽഡിനെ എടുക്കുക, ആ ചൈൽഡിൽ ഒരു സ്കാർ ഉണ്ടെങ്കിൽ ആ സ്കാർ എവിടെ നിന്ന് വന്നതെന്ന് അന്വേഷിക്കുമ്പോൾ അതിന്റെ പ്രീവിയസ് ബർത്തിൽ നിന്നാണെന്ന് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. അതുപോലെ ഡോക്ടർ ബ്രയാൻ വീസിന്റെ മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ്, ആ ബുക്കിലും പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ, അതായത് കാത്തറിൻ എന്ന് പറഞ്ഞ പേഷ്യന്റിനെ പാസ്റ്റ് ലൈഫ് റിഗ്രഷന് വിധേയപ്പെടുത്തുമ്പോൾ അവരുടെ പ്രീവിയസ് ബർത്ത് അവർ പറയുന്നുണ്ട്. പിന്നെ ഇന്ത്യയിലാണെങ്കിൽ ഡോക്ടർ സത്വന്കർ പസ്രേജ, ബാംഗ്ലൂർ നിംഹാൻസിലെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, അവരുടെ റിസർച്ച് എല്ലാം പുനർജന്മം ഉണ്ടെന്നുള്ളതാണ്. റെയ്മണ്ട് മോഡി, ജിംബി ടക്കഡ്, യൂണിവേഴ്സിറ്റി ഓഫ് വിർജീനിയയിലെ എല്ലാ സ്റ്റഡീസും, യൂണിവേഴ്സിറ്റി ഓഫ് വിർജീനിയയിൽ ഇതിന്റെ കേസ് സ്റ്റഡീസ് അവർ 3000 അബവ് കേസ് ഇതുവരെ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്. ഈ എല്ലാ കേസും പുനർജന്മം ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ നമ്മളുടെ വാസനകൾ എവിടെ നിന്ന് വന്നു എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് അത് പ്രീവിയസ് ബർത്തിൽ നിന്ന് നമ്മൾ, അതായത് നമ്മുടെ അച്ഛനും അമ്മയിൽ നിന്ന്, നമ്മുടെ പൂർവ്വജന്മത്തിൽ നിന്ന് നമ്മൾ കരഗതമാക്കിയിട്ടുള്ളതാണ് നമ്മുടെ വാസനകൾ. നമ്മുടെ അച്ഛനും അമ്മയിൽ നിന്നുള്ള അച്ഛനും അമ്മയിൽ ജീൻസിൽ നിന്നുണ്ട്. അത് കൂടാതെ നമ്മുടെ പ്രീവിയസ് ബർത്തിൽ നിന്ന് നമ്മൾ നമ്മുടെ ഒരു സ്വഭാവം, ഈ ചെറിയ കുട്ടികളെ കണ്ടിട്ടില്ല, വളരെ ചെറുപ്പത്തിൽ വളരെ നന്നായിട്ട് പാട്ട് പാടുന്ന കുട്ടികൾ. അപ്പൊ അങ്ങനെയുള്ള കലാവാസനകളൊക്കെ അവര് പ്രീവിയസ് ബർത്തിൽ നിന്ന് അക്യൂർ ചെയ്തിട്ടുള്ള. ഇപ്പൊ ക്ലിന്റ് എന്ന് പറഞ്ഞ ഒരു വരയ്ക്കുന്ന ഒരു കുട്ടിയെ ഉണ്ടായിരുന്നു, വരയ്ക്കുന്ന കുട്ടി 8 വയസ്സിനുള്ളിൽ നമ്മുടെ എറണാകുളത്ത് മരിച്ചുപോയി. അപ്പൊ അതെല്ലാം വെച്ചാൽ അവര് പ്രീവിയസ് ആയിട്ടുള്ള ബർത്തിൽ നിന്ന് അബ്സോർബ് ചെയ്തിട്ടുള്ള. ഇപ്പൊ ഒരു ജന്മം മാത്രമാണ് ഉള്ളതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടണ്ടേ? ഒരാൾ ദരിദ്രനോ ഒരാൾ കോടീശ്വരനായിട്ട് എങ്ങനെ ദൈവത്തിന് ജനിപ്പിക്കാൻ സാധിക്കും? അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അതെല്ലാം ലോ ഓഫ് കർമ്മ, സ്വന്തം കർമ്മത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഓരോ പൊസിഷനിൽ എത്തുന്നത്. ഞാൻ മറ്റൊരു ജീവിയായിട്ടാണ് അടുത്ത ജന്മത്തിൽ ജനിക്കുന്നുണ്ടെങ്കിൽ, അതായത് നമ്മളെ ഇപ്പോൾ ഏറ്റവും നെഗറ്റീവ് ആയിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്താൽ, ഇപ്പൊ ബലാത്സംഗം അങ്ങനെയൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ജീവൻ താഴത്തോട്ട് പോകും, നമ്മൾ ജീവികളായിട്ട് പരിണമിക്കും. നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ആ 10 കൽപ്പനകളൊക്കെ ഉണ്ടല്ലോ, യേശുവിന്റെ 10 കൽപ്പനകൾ, അതുപോലെ ആ പോസിറ്റീവ് ആയിട്ടുള്ള കർമാസ് എല്ലാം അനുഷ്ഠിച്ച് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവൻ കയറി പോയിട്ട് ഋഷി, സന്യാസി, ജ്ഞാനി, ഗുരുക്കന്മാർ അങ്ങനെ പോയി സ്റ്റാറായി, സോളാർ സിസ്റ്റമായി, ഗാലക്സിയായി, യൂണിവേഴ്സ് ആവും. എല്ലാ സ്പിരിച്വൽ സീക്കേഴ്സ്, ഇപ്പൊ ഓഷോയുടെ ഡിസൈപ്പിൾസിന് പ്രീവിയസ് ബർത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. സദ്ഗുരു, നവജോത് ശ്രീ കരുണാകര ഗുരു, അപ്പൊ എല്ലാ ഗുരുക്കന്മാരും, ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് അർജുനന്റെ അടുത്ത്, അതായത് നിനക്ക് ജന്മങ്ങൾ കാണാനുള്ള റേഞ്ച് ഇല്ല, ആ കോൺഷ്യസ്നെസ്സിലോട്ട് നമ്മൾ ഗ്രോ ചെയ്താൽ അത് കാണാൻ പറ്റത്തുള്ളൂ, ദർശനം ഉണ്ടെങ്കിലേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ കോൺഷ്യസ്നെസ്സിലോട്ട് ഗ്രോ ചെയ്യാത്തതുകൊണ്ടാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റാത്ത, പക്ഷെ നമുക്കത് സാധിക്കും. ഇതെങ്ങനെ അനുഭവിക്കും ഒരു വ്യക്തി? അത് നമ്മൾ സ്പിരിച്വൽ പ്രാക്ടീസസ്, അതായത് അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. അപ്പോൾ ഓരോ കോശങ്ങളെ നമ്മൾ അതിവർത്തിച്ച് പോകുമ്പോൾ അവസാനം ഈ ആനന്ദം അനുഭവിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ മിസ്റ്റിക്സ് ഒക്കെ ബ്രഹ്മചര്യം, അവർക്ക് സെക്സ് എന്ന് പറയുന്നത് ഒരു മിന്നാമിനിങ്ങാണ്, ഈ ആനന്ദം എന്ന് പറയുന്ന ഒരു സൂര്യനാണ്. അപ്പം ഇത്രയും പരമമായ ആനന്ദം അനുഭവിക്കാൻ വേണ്ടിയാണ് ഇവർ ഈ ബ്രഹ്മചാരി ഇതെല്ലാം, ഈ പ്രാക്ടീസസ് എല്ലാം, സ്പിരിച്വൽ പ്രാക്ടീസസ് എല്ലാം സൂക്ഷിച്ച് ഹയർ കോൺഷ്യസിലോട്ട് കടന്നു പോകുന്നത്. ഈ ഹയർ കോൺഷ്യസിൽ ഈ ആനന്ദം അനുഭവിക്കാൻ പറ്റും. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഹയർ കോൺഷ്യസിന്റെ ഒരു ആനന്ദം എന്ന് പറയുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ് നിങ്ങൾ അനുഭവിച്ചത്?